രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ്? ചിലർക്ക് വേണ്ടി ആചാരങ്ങളൊക്കെ അപ്പോൾ മാറ്റാം, അയ്യപ്പൻ കോപിക്കില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിലാണ് ഇത് വലിയ പ്രശ്നമായി മാറുന്നത്. നോക്കണേ, ശബരിമലയുടെ ചരിത്രം എങ്ങനെയാണ്, ആചാരം എങ്ങനെയാണ്? 41 ദിവസത്തെ വ്രതം നോറ്റ് മാലയിട്ട് കെട്ടും കെട്ടി കരിമല ചവിട്ടി അയ്യപ്പനെ കാണണം. ആ കരിമല ചവിട്ടി പോകുമ്പോൾ കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്നാണ് ശരണം വിളിക്കാറുള്ളത്. പക്ഷേ സംഘപരിവാർ നിയമിച്ച ഒരു രാഷ്ട്രപതി, അവർ ശബരിമലയിൽ വാഹനത്തിലെത്തി ദർശനം നടത്തിയാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും രാഷ്ട്രപതിയുടെ സന്ദർശനമേ എന്നുള്ള രീതിയിൽ അതിനെ പരിഗണിക്കുകയാണ്. രാഷ്ട്രപതി എന്നാൽ വ്യക്തിയല്ലേ, ഈ നാട്ടിലെ ഒരു പൗരനല്ലേ? ആ പൗരന് വിശ്വാസമുള്ളിടത്ത് പ്രത്യേക പ്രിവിലേജ് ഉണ്ടാകും. ഇതിപ്പോ വിവാദത്തിന് വേണ്ടി ചോദിക്കുന്നതല്ല. പക്ഷേ വിശ്വാസത്തിലെ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ കാണണം. സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഇങ്ങനെ ശബരിമലയിൽ എത്തിയിരുന്നെങ്കിൽ ഇനി കോലാഹലങ്ങൾ ഉണ്ടാകാനുണ്ടോ? അപ്പോ സുരക്ഷ മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക്, ഈ രാജ്യത്തിന്റെ പ്രഥമ പൗര എന്നുള്ള നിലയ്ക്ക് അവർ അങ്ങനെ എത്തിയതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ആചാരം ലംഘിക്കാൻ പാടില്ല, ലംഘിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ കോപമുണ്ടാകുമെന്ന് പറയുന്നവർ ഇവിടെ നിശബ്ദത പാലിക്കുന്ന നിങ്ങൾ കണ്ടോ? അധികാരമുള്ളിടത്ത് ആചാരം പോലും കുറച്ചൊക്കെ മാറ്റിയാലും ഒരു കോപം ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ?